ഈ ഒരു ബെഡിനോട് ചേർന്നിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. വാവ്, ട്രൈബൽസ് മീൻ പിടിക്കാൻ പോകുന്നതാണ്. നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ലൈറ്റിംഗ് ഒക്കെ നോക്കുക ലേക്കിലെ. വാവ്, ഹായ്, വാക്ക് അജ്മലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഷഫീഖ് ഫാമിലി ആയിട്ട് വയനാടാണുള്ളത്. വയനാട് നിങ്ങൾ 1-2 വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിച്ചിരുന്നത് വയനാട്ടിലെ എടക്കൽ ഹെർമിറ്റേജ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു നാച്ചുറൽ പാരഡൈസ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ മടങ്ങുന്ന വഴി ഞങ്ങൾ ഇവിടെ അടുത്ത് വേറൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് ഈ വീഡിയോകൾ. വിസ്റ്റാര എന്ന് പറയുന്ന ഒരു റിസോർട്ട്. അപ്പോൾ ഒരു ലേക്കിനോട് ചേർന്നുള്ള ഒരു ലക്ഷറി റിസോർട്ടാണ് ഇവിടുത്തെ. അപ്പോൾ ആ ലക്ഷറി റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയി നോക്കാം. എവിടേക്ക്? ഓ, ഇവിടെയൊക്കെ ലേക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ലേക്ക് അല്ലേ? ആ, അതെ. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഇത് ഇതിലേക്കായിട്ടുള്ള ഒരു റോഡാ തോന്നുന്നല്ലേ? ആണോ? പക്ഷെ എന്താ വീടാണോ? വീടുണ്ട് അല്ലേ? ഇവിടേക്ക് വീടുകളുണ്ട്. പക്ഷെ ഇനിയും ഇവിടെ എത്തിയപ്പോൾ വീട് ലേക്ക് സൈഡിലൊക്കെ കാണാം. പക്ഷെ ആ ഒരു സ്കൈൻ്റെ ഒരു ഇത് നോക്ക്, നല്ലൊരു ഇതുണ്ടല്ലേ? മഴ മൂടിയൊക്കെ തോന്നുന്നു. എത്തിയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതാണ് കേട്ടോ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ് ഗേറ്റ്. അപ്പോൾ അതിലോട്ട് പോയി നോക്കാം എന്താണ് സംഭവം. ഒരു കുറച്ച് ലക്ഷറിയാണ്. കഴിഞ്ഞ ദിവസം താമസിച്ചതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. റൂംസും കാര്യങ്ങളൊക്കെ ഇത് എൻട്രൻസ് ആണ് തോന്നുന്നല്ലേ? ഓ, സൂപ്പർ. സൈക്കിളൊക്കെ കാണേണ്ടത് ആരാണോ? ഈ ഒരു ലാൻഡ്സ്കേപ്പിങ് ചെയ്തതൊക്കെ ഡിഫറെൻ്റായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒന്ന് ഉള്ളിലോട്ട് പോയി നോക്കാം കേട്ടോ. ഓക്കെ, ആസ് യൂഷ്വൽ ന്യൂ നോർമൽ സാനിറ്റൈസേഷൻ, ബാക്കി എല്ലാ കാര്യങ്ങളും തെർമൽ സ്കാനിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ താഴെ ചവിട്ടി നോക്കട്ടെ കേട്ടോ. യെസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. എൻട്രൻസിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂംസത്തെ വ്യൂ ഒക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു ബാൽക്കണിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ. വാവ്, സൂപ്പർ. എൻട്രൻസിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഭാഗത്ത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ലേക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ. താഴെ ഒരു വഴി ഉണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. യാ, സൂപ്പർ മോനെ, ഒരു രക്ഷയില്ല. എല്ലാം നല്ല വൃത്തിയായിട്ട് ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ബ്യൂട്ടിഫുൾ വ്യൂ, സൂപ്പർ. വാവ്, ഇവിടെ പൂളും ഉണ്ട്, അടിപൊളി പൂള്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാ, അപ്പോൾ അവിടെയാണ് എൻട്രൻസ് ഉള്ളത്. അവിടെ അവരൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ എന്താണ് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ, പോയി നോക്കണം. ഇവിടെ കുറച്ച് റൂംസ് കാര്യങ്ങൾ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് സെപ്പറേറ്റ് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട് തോന്നുന്നു. വെള്ളം ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് 3 മണിയായിട്ടുണ്ട്. വെയിലൊക്കെ പോയി തുടങ്ങുന്നു. അവിടുത്തെ ആ ഒരു ഇതൊക്കെ സിയ അങ്ങോട്ട് നോക്കിയാൽ ലാസ്റ്റ് അവിടെ ആ ഒരു ഇതില്ലല്ലോ, ആ ഒരു കുന്നൊക്കെ നോക്ക്, എന്തൊരു ഗ്രീനറി അല്ലേ. അവിടെ എന്തോ വീടോ എന്തോ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ 3 ഭാഗത്ത് വെള്ളമാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിസ്റ്റാര എന്ന് പറയുന്ന ഒരു ലോൺ ഏരിയ ആണ്, ഒരു ഗാർഡൻ ഏരിയ. ഇവിടെ ബാക്കിൽ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂള് കാണാം, അതേപോലെ ആ ലേക്ക് കാണാം. പിന്നെ നമ്മൾ വന്ന ആ ഒരു എൻട്രൻസിൻ്റെ ഏരിയ കാണാം. അവിടെ ജിഷയും ഷഫീഖ് അവരൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ചെക്കിനൊക്കെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ റൂമിലോട്ടൊന്ന് പോട്ടെ. എന്നിട്ട് നമുക്ക് ലഞ്ച് കഴിക്കണം. ഓക്കെ, ഈ ഒരു
ഇതൊക്കെ ശരിക്കും നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ലോണും കാര്യങ്ങളും പുല്ലൊക്കെ നമുക്ക് ബാക്കിൽ നാച്ചുറൽ ഇതാണ്. ബഫല്ലോ ഗ്രാസൊക്കെയാണ്. വാ, ഇവിടുത്തെ ലക്ഷറി സ്കൈ വീലാണ്. ഇത് ഇവിടുത്തെ വ്യൂ കാണിച്ചാൽ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ ഒരു ബാൽക്കണി എന്നുള്ള വ്യൂ നോക്ക്. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല അല്ലേ, സൂപ്പർ. ഇതിൻ്റെ പേര് കരാപ്പുഴ ഡാം കേട്ടോ. അപ്പോൾ കരാപ്പുഴ ഡാമിൻ്റെ സൈഡിലാണ് ഈ വിസ്റ്റാര റിസോർട്ട് ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ TV വെച്ചിരുന്ന ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടല്ലോ. ഞാനിതൊന്ന് പൊക്കട്ടെ. വാ, ഇവിടെ നിന്ന് നോക്കിയാലും നോക്കിയത് ഒരു രക്ഷയില്ല, സൂപ്പർ വ്യൂ ആണ്. അപ്പൊ നമുക്ക് ബാത്റൂം കൂടെ ഒന്ന് കാണാം. നല്ല ഇത് നോക്കി, ബാത്റൂമിൻ്റെ ഒക്കെ സ്പേസ് എന്താണ്. ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഏരിയ ഉണ്ട്. വാവ്, സൂപ്പർ വിസ്റ്റാര. ഇത് വയനാട്ടിലെ ഒരു ലക്ഷറി പ്രോപ്പർട്ടി തന്നെയാണ്. സൂപ്പറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബെഡൊക്കെ നോക്കി എന്ത് രസമായിട്ട് ചെയ്തിട്ടുണ്ട് പറയാം. നല്ല സ്പേസ്, ഒരു കിങ് സൈസ് തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട്. ഈ ഒരു വ്യൂ നോക്കി നമ്മളിവിടെ കിടക്കുന്ന സമയത്ത്. വാവ്. പിന്നെ ഇവിടെ ഇതാക്കണോ, ഇതിനിപ്പോൾ എങ്ങനെ ഓപ്പൺ ആക്കില്ല. മിനി ബാറുണ്ട്, ഫ്രിഡ്ജ് കേട്ടോ. ഇതിലിപ്പോൾ ഒന്നും ഫില്ലല്ല, സംഭവം അടിപൊളി. കോഫി മേക്കർ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എന്ത് രസമായിരിക്കും ഈ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ. വാവ്. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ മുകളിലോട്ട് വന്ന് സെറ്റ് ചെയ്തിക്കണം. സംഭവം റെസ്റ്റോറൻറ്റിൽ നിന്നുള്ളൊക്കെ വ്യൂ അല്ലേ, ഭയങ്കര രസമായിട്ടുണ്ട് ഈ സംഭവമൊക്കെ. ഈ ഒരു എൻട്രൻസ് എന്നാണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ലൈറ്റ് മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ ആ ഒരു വെള്ളത്തിൽ ആ ഒരു സൂര്യപ്രകാശം തട്ടുന്ന സമയത്ത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. പക്ഷെ എന്താ ഭംഗിയില്ലേ. അറിയാ എന്താ ഫുഡ്? പിന്നെ എനിക്കെന്താ ഇഷ്ടം? എനിക്ക് ഇഷ്ടപ്പെട്ട കറി എന്താ? ഇച്ചോ പപ്പടം ഇഷ്ടം? അടിപൊളി ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവിടെ മഴക്കാറ് മൂടിയിട്ടുണ്ട്. ഇവിടെ നോക്ക്, ആകെ ക്ലൈമറ്റാണ് ചേഞ്ചായി. ഞങ്ങൾ വന്ന സമയം നല്ല വെയിലായിരുന്നു, പക്ഷെ എന്നാലും തണുപ്പുണ്ട് കേട്ടോ. വയനാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് തന്നെയാണല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ലല്ലോ. ഈ ഒരു വ്യൂ തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ചെടിയൊക്കെ നോക്കി, ഇത് എനിക്ക് ഞാൻ വീട്ടിൽ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചൊരു സംഭവം കേട്ടോ. ഈ ഒരു ഇതാകുമ്പോൾ കേട്ടോ എന്തൊരു രസത്തിലാണ് അതങ്ങനെ പോയിട്ടുള്ളത്. അത് നമുക്ക് മുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വാവ്. ഇവിടെ ഒരു ഗെയിം സെൻ്ററുടെ താഴെ, ഈ റെസ്റ്റോറൻറ്റ് താഴെ. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് നോക്കാം. ഇതെന്താ സംഭവം? ടേബിൾ ടെന്നീസ് എന്തൊക്കെയുണ്ട്? ഇതന്നെ ഉള്ളൂ. ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ്സ്, ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. കളിക്കറിയോ? റുസിയൊക്കെ അറിയോ? എങ്ങനെ? വാ, നമ്മൾ ഈ വന്ന എൻട്രൻസിൻ്റെ താഴെയാണ് കേട്ടത്. ആ ഒരു ലോണിനോട് ചേർന്നിട്ട്
സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഞാൻ ഇത് സ്വർഗമായിരുന്നില്ല അല്ലേ? ഇവിടെ ഫോട്ടോ എടുപ്പിലാണ്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ ഇതുണ്ട്. ഇവിടെയൊക്കെ കോട്ടേഴ്സാണ് കേട്ടോ. എല്ലാം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വഴികളൊക്കെ നോക്ക്, കല്ലൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ പുല്ല്, നമ്മുടെ ബഫല്ലോ ഗ്രാസാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ. എങ്ങോട്ടാ സിയ? എവിടേക്കാ? പൂളിലോട്ടാ? ഏയ് ചോ, ഇങ്ങോട്ട് നോക്ക്, മേലേക്ക് നോക്ക്, മേലെ നോക്ക്. ആ ചെറിയൊരു ഡെക്ക് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ കോഫിയൊക്കെ കുടിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഈ ഒരു ബ്ലോക്കിൽ വന്നിട്ട് ടോട്ടല് 2 കാറ്റഗറി റൂംസ് ആണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളൊരു ഫാമിലി ഗാർഡൻ റൂം പറഞ്ഞ ഒരു 4 ബെഡ്റൂം ഉള്ള ഒരു പ്രൈവറ്റ് ഗാർഡൻ ഒക്കെ ഉള്ള ഒരു ഏരിയ. ഇവിടെ ഈ താഴെ പ്രൈവറ്റ് ഇങ്ങോട്ട് ഗാർഡൻ ആണ്. ആ ഒരു റൂമിലുള്ളവർക്ക് ബാർബിക്യൂ ഒക്കെ നമ്മൾ അവിടെ ചെയ്യും. അവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് മാത്രമായിട്ട് അവിടുത്തെ ബാൽക്കണിയിൽ നല്ല വ്യൂ ആയിരിക്കും. അത് ഭയങ്കര എന്താ പറയുക, ഏറ്റവും നിയറസ്റ്റ് റൂമാണ്. അതിന്റെ ഗ്രൗണ്ട് ആണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഇതിലെ ഗ്രീനിഷ് മാറ്റ്. ഓക്കെ. ഇവിടെ ബാലൻസ് റൂംസ് എല്ലാം നമ്മൾ സ്കൈവില്ല ലേക്ക് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് കാറ്റഗറി റൂമാണ്. ഏറ്റവും പ്രീമിയം ലേക്ക് വ്യൂ ഉള്ള റൂംസ് ആണത്. നല്ലൊരു ബാൽക്കണി, ബെഡ്റൂംസ്, കിങ് സൈസ് ബെഡ്റൂംസ്. പിന്നെ ഈ കോട്ടേജസിന്റെ ഒക്കെ ഈ സ്കൈവില്ലയുടെ ഒക്കെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ AC, ടീ കാഫി കെറ്റിൽ, മിനി റെഫ്രിജറേറ്റർ, 24 hour ഹോട്ട് വാട്ടർ, ഓൾ അമ്യൂണിറ്റീസ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ലൈക്ക് മോയ്സ്ചറൈസർ, ഷാമ്പൂ എല്ലാം ഹൈലി ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഈ സൈഡിലോട്ട് വന്നാലോ? ഇത് വന്നിട്ട് നമ്മളെ റോയൽ വില്ലകളാണ്. അത് വില്ലകളാണ്, സെപ്പറേറ്റ് വില്ലകളാണ്. ആണത്. ഇപ്പം നമ്മൾ പറഞ്ഞ സ്കൈ വില്ലയുടെ നെക്സ്റ്റ് കാറ്റഗറി ആണത്. അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ലിവിംഗ് റൂം, ഒരു പ്രൈവറ്റ് ലോണ്, 2 സിറ്റ് ഔട്ട്സ്, ബെഡ്റൂം, ടോയ്ലറ്റ്. അപ്പോൾ ഒരു ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റിലാക്സ് ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാനും നോർമലി അതന്നെ ചെയ്യാറ്. ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അവസാന ദിവസം സ്റ്റേ ചെയ്യുന്നിടത്ത് ഷൂട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ തീർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കിടക്കും. എന്നിട്ട് അടിപൊളിയായിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എണീറ്റിട്ട് പോകലാണ് വീട്ടിലോട്ട്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ്. വിസ്റ്റാർ റിസോർട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര രസമുണ്ട്. നമ്മൾ നിൽക്കുന്ന റൂമുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത റൂമാണ്, നല്ല വ്യൂ ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല ട്രാവൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നോളൂ. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ നല്ലൊരു റിസോർട്ടിൻ്റെ വീഡിയോസുമായിട്ടൊക്കെ അതേപോലെ ട്രാവൽ വീഡിയോസായിട്ടൊക്കെ അടുത്ത് തന്നെ കാണാം. അതുവരേക്കും ബായ്.